ആ മഹാത്ഭുതം സംഭവിച്ചിരിക്കുന്നു. വയനാട് മേപ്പാടിയിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും വൻ പ്രകൃതി ദുരന്തമുണ്ടായി 400-ലധികം പേർ മരിച്ച സംഭവത്തിൽ, ചില ഗ്രാമങ്ങൾ ഒലിച്ചുപോയ സംഭവത്തിൽ, മനുഷ്യ ജീവിതം അസാധ്യമായ സാഹചര്യത്തിൽ ഉണ്ടായ ഈ വൻ ദുരന്തം അവസാനം ഒരു വൻ ദുരന്തമായിട്ട് കേന്ദ്രം അംഗീകരിച്ചു. 154-ാം ദിവസം. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? 154 ദിവസമായി. 2024 ജൂലൈ 30-നാണ് വയനാടിൻ്റെ ഹൃദയഭൂമി തകർന്നടിഞ്ഞത്. പ്രളയത്തിൽ, ഉരുൾപൊട്ടലിൽ, മുണ്ടക്കയും ചൂരൽമലയും. എന്നിട്ട് അതൊരു ദേശീയ ദുരന്തമാണെന്ന് പ്രഖ്യാപിക്കാൻ, അതിതീവ്ര ദുരന്തമായിട്ട്, അതായത് സിവിയർ ഡിസാസ്റ്ററായിട്ട് അത് പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് വേണ്ടി വന്നത് 154 ദിവസം. അതേസമയം ഒരു സംസ്ഥാന റിപ്പോർട്ടുമില്ലാതെ തൊട്ടയൽ സംസ്ഥാനങ്ങൾക്ക്, തമിഴ്നാടിനും ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും ഒഡീഷയ്ക്കും പിന്നെ അങ്ങ് ബീഹാറിനും യു പിക്കും ഒക്കെ സഹായം കൊടുക്കാൻ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന് യാതൊരു മടിയുമില്ല. ഒരു റിപ്പോർട്ടും വേണ്ട. ഇതെല്ലാ നിബന്ധനയും പാലിച്ച് റിപ്പോർട്ട് എല്ലാം കൊടുത്തിട്ടും 154 ദിവസങ്ങൾ. അപ്പം പല കോണിന്ന് വിമർശനങ്ങൾ വന്നപ്പോൾ നാണക്കേട് സഹിക്കാൻ വയ്യാണ്ട് ഒരു ഫേസ് സേവിങ്, മുഖം രക്ഷിക്കാനുള്ള ഒരു ഉഡായിപ്പ് മാത്രമാണ് കേന്ദ്ര പ്രഖ്യാപനമെന്ന് അതിൻ്റെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? ഏതെങ്കിലും രാഷ്ട്രീയ അധികാരത്തിലിരിക്കുന്ന നേതാക്കൾ, പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ മറ്റ് മന്ത്രിമാരോ ഒന്നും പ്രഖ്യാപിച്ചതല്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡിസംബർ 30 എന്ന് പറഞ്ഞാൽ ഇന്നലെ, ഇന്ന് 31, നാളെ പുതുവർഷം, ജാനുവരി 1, 2025. അപ്പം ഇന്നലെ കേന്ദ്ര മന്ത്രാലയത്തിലെ ആഭ്യന്തര മന്ത്രാലയമാണല്ലോ ദുരന്തത്തിൻ്റെ ആകെ മൊത്തം മേൽനോട്ടം, അമിത്ഷായുടെ വകുപ്പാണ്. ഇന്നലെ ഡിസംബർ 30 ജോയിന്റ് സെക്രട്ടറി യൂണിയൻ ഹോം മിനിസ്ട്രി രാജേഷ് ഗുപ്ത കേരളത്തിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടിങ്കു ബിസ്വാളിന് അയച്ച കത്താണ്. ആ കത്തിലാണ് പറയുന്നത്, അതിൻ്റെ വേഡിങ് ഇങ്ങനെയാണ്: ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ സിവിയർ ഡിസാസ്റ്റർ. അത് വിശദീകരിച്ച് പറയുന്നു. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഈസ് മെറ്റ് ഫ്രം സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് SDRF, which is further supplemented for NDRF in advance with established procedure, which includes an assessment based on the visit of an interministerial central team. എന്ന് പറഞ്ഞാൽ ഉഡായിപ്പിൻ്റെ ഇംഗ്ലീഷ് വകഭേദമാണ് ഈ പറഞ്ഞു വരുന്നത്. അതിൻ്റെ മലയാളം എന്താണ്? ഇത്തരം ഫിനാൻഷ്യൽ ഞങ്ങൾ പ്രഖ്യാപിച്ച് തന്നു കഴിഞ്ഞു, നിങ്ങളിനി ബാക്കി നോക്കിക്കുമെന്നാണ്. അതായത് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ അല്ലെങ്കിൽ സിവിയർ ഡിസാസ്റ്റർ സംഭവിച്ചു ഞങ്ങൾ അംഗീകരിച്ച് തന്നിരിക്കുന്നു. നിങ്ങളതിനെ മലയാളീകരിച്ച് അതിതീവ്രമെന്നോ തീവ്രമെന്നോ ഒക്കെ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. വേറൊന്നും ചോദിക്കരുത്, ബാക്കിയൊന്നും തരത്തില്ല. അതാണ് ഇവിടെ പറയുന്ന ഉഡായിപ്പ് വാക്കുകൾ. അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഈസ് മെറ്റ് ഫ്രം സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് SDRF. അതേതാണ്? സംസ്ഥാനം കൈകാര്യം ചെയ്യുന്ന, കേന്ദ്രം കൂടെ തരുന്ന പൈസ അതിലിട്ട് ചെയ്യുന്ന SDRF. അതിന് കേന്ദ്ര ഇടങ്കോലുണ്ട്. അതായത് ഇതിൽ നിന്ന് ഇത്ര പൈസയെ ചെലവഴിക്കാൻ പാടുള്ളൂ. ഇത് പൊതുവായിട്ട് ഒരു സ്റ്റേറ്റിന് തരുന്നതാണ്. അത് വയനാട്ടിൽ മാത്രമായിട്ട് ചെലവഴിക്കാൻ പറ്റില്ല. അതിന് പല നിബന്ധനയുണ്ടെന്ന് ഞങ്ങൾ പല വീഡിയോയിൽ മുമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇപ്പം അത് ഇനിയും പറയുന്നില്ല, ആവർത്തിക്കുന്നില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് ബോറടിക്കും. ഇത് വെറും ഉഡായിപ്പാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് അത് ഇമ്മീഡിയറ്റ് ചെയ്യേണ്ടത്? ഞങ്ങളിത് പ്രഖ്യാപിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ ഇമ്മീഡിയറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ SDRF എന്ന് കാര്യങ്ങൾ ചെലവഴിക്കുക. പക്ഷേ അതിന് കഴിഞ്ഞാളുണ്ട്. SDRF എന്ന് ഒറ്റയടിക്ക് ഇങ്ങനെയൊന്നും ചെലവഴിക്കാൻ പറ്റത്തുമില്ല എന്ന് വേറെ അപ്പുറത്ത് മറുപടി വേറെയുണ്ട്. എന്നിട്ട് അത്
ഞങ്ങൾ പിന്നീട് അങ്ങ് ഒപ്പിച്ചു തരും. ഇവിടെ ഞങ്ങൾ പിന്നെ അത് NDRF നിന്ന് സപ്ലിമെന്റ് ചെയ്തിട്ട് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, ദേശീയ ദുരന്ത പ്രതികരണ ഫണ്ടിൽ നിന്ന് ഞങ്ങൾ പിന്നെ അങ്ങ് ഇട്ട് തരും. അത് അങ്ങോട്ട് തരുമ്പോൾ ഒറ്റ കണ്ടീഷനുള്ളൂ, അതിന് പിന്നിൽ വിച്ച് ഇൻക്ലൂഡ്സ് ആൻ അസസ്മെന്റ് ബേസ്ഡ് ഓൺ ദ വിസിറ്റ് ഓഫ് ആൻ ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം. ദേശീയ ഗവൺമെന്റിലെ മന്ത്രിമാർ അടങ്ങുന്ന ഇന്റർ മിനിസ്റ്റീരിയൽ, ഇതുമായി ബന്ധപ്പെട്ട പല വകുപ്പിലെ മന്ത്രിമാർ നിയോഗിക്കുന്ന ഒരു സംഘം വന്ന് ബാക്കി ചില കാര്യങ്ങൾ ചെയ്ത് മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഉദ്യോഗസ്ഥ റിപ്പോർട്ട് മാത്രം പറ്റില്ല എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഒരു പൈസയിന് കൂടുതലായിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ഞങ്ങൾ പ്രഖ്യാപിച്ച് തന്നിരിക്കുന്നത്, നിങ്ങൾ LDF സർക്കാർ, പിണറായി സർക്കാർ ആഘോഷിച്ചേക്കുക കാര്യങ്ങളും ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് തന്നിരിക്കുകയാണ്. എന്തോന്ന് ഇനി ഇതിനകത്ത് ചില ഈ ചക്ക വീണാലും മുയൽ ചാകും, എപ്പോഴും ചാകില്ല എന്ന് പറഞ്ഞാലും ഒരു ചക്ക വീണാലും മുയൽ ചാകും ചിലപ്പോഴൊക്കെ. അങ്ങനെ ഒരു ക്ലൂസ് ഇതിൻ്റെ അകത്തുണ്ട്. ക്ലൂസ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അതിനകത്തൊരു ഒരു ആനുകൂല്യം ഉള്ളത്, പിന്നെ വയനാട് ദുരന്തത്തിൻ്റെ മൊത്തം നഷ്ടങ്ങളൊക്കെ അതിൻ്റെ കണക്കുകളൊന്നും മുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. വിദേശ സഹായം സ്വീകരിക്കാം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചാൽ, അതിതീവ്ര ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചാൽ വിദേശ സഹായം സ്വീകരിക്കാൻ വകുപ്പുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ കേരളത്തിനുള്ള പ്രതീക്ഷകൾ, ഈ ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറയുന്ന അബദ്ധം സംഭവിച്ചതുകൊണ്ട് കേരളത്തിന് കിട്ടാവുന്ന ചില നേട്ടങ്ങൾ അതിൽ നിന്ന് വിദേശ ഗവൺമെന്റുകളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയൊക്കെ സഹായം സ്വീകരിക്കാം. പിന്നെ രാജ്യത്തെ മുഴുവൻ MP-മാരുടെ, കേരളത്തിലെ MP-മാർ മാത്രമല്ല, അല്ലെ വയനാട് MP മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ MP-മാരുടെ ഫണ്ടിൽ നിന്നും, പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 1 കോടി വരെ വയനാടിന്റെ റീഹാബിലിറ്റേഷന്, റീബിൽഡിങ്ങിന് അനുവദിക്കുക. ഈ സിവിയർ നേച്ചർ ഓഫ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് അതാണ് കിട്ടുന്നത്. അപ്പോൾ വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സഹായം സ്വീകരിച്ച, വിദേശ സർക്കാരുകളിൽ കേരളം നേരിട്ട് സ്വീകരിച്ചാൽ അതിനെ കടമെടുപ്പ് പരിധി എന്ന് പറയുന്ന മറ്റേ ബൂമറാങ് കേന്ദ്രം പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്, ഉടക്കിടാൻ സാധ്യതയുണ്ട്. അതായത് ഈ എടുക്കുന്ന തുക കടമെടുപ്പ് പരിധിയോ മറ്റേ മറിച്ചു വയ്ക്കായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നൂലാമാലകൾ അതവിടെ. പിന്നെ ഈ പറഞ്ഞ നല്ലൊരു കാര്യം ഇതിൻ്റെ അകത്തുള്ളത്, നല്ലത് തന്നെ നമ്മൾ പറയും, നമ്മുടെ രാജ്യത്തെ മുഴുവൻ MP-മാരിൽ നിന്ന് 1 കോടി രൂപ വരെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇതിലേക്ക് മാറ്റിവെക്കാൻ പറ്റും. അതിന് ആരൊക്കെ തയ്യാറാവും? കേരളത്തിലെ 20 MP-മാർ, പിന്നെ രാജ്യസഭയിലേക്ക് പോയ 3-4 MP-മാരുണ്ട്, പിന്നെ ലോക്സഭയിലേക്ക് പോയ 20 MP-മാർ, കേരളം, പിന്നെ തമിഴ്നാട്, പിന്നെ മറ്റ് സംസ്ഥാനങ്ങൾ. അവിടെ നമ്മൾ ക്യാൻവാസ് ചെയ്തിട്ട് നമ്മുടെ സർക്കാർ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, ഭരിക്കുന്ന പാർട്ടികളും ക്യാൻവാസ് ചെയ്തിട്ട് ഈ വയനാട്ടിലെ ഈ പുതിയ ടൗൺഷിപ്പ് ഇത്രയും ഭവനരഹിതർക്കും വീട് നഷ്ടപ്പെട്ടവർക്കും ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്കും വീടുകൾ വെക്കാനും മറ്റ് 10,2,500 കോടിയോളം രൂപ പ്രാഥമിക ചെലവ്, പിന്നെ ഒരു 20,000 കോടി രൂപയുടെ മൊത്തം വയനാടിൻ്റെ റീബിൽഡിംഗ് ഒക്കെ പറഞ്ഞ് ഒരു വലിയ കണക്ക് കേരളം സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾക്ക് ഓരോ MP-ന്നും 1 കോടി രൂപ വീതം കണ്ടെത്താൻ പറ്റുമോ? കേരളത്തിൽ നിന്നാണെങ്കിൽ 20 MP-മാർ, ലോക്സഭ 20 കോടി, രാജ്യസഭയിലെ 3-4 MP-മാരെ വെച്ച് കഴിഞ്ഞാൽ 4 കോടി അല്ല 3 കോടി. പിന്നെ തമിഴ്നാട്, ഇപ്പം ഈ വിഷയങ്ങളൊക്കെ പാർലമെന്റിൽ, ലോക്സഭയിൽ ഉന്നയിക്കാൻ തമിഴ്നാട് MP-മാരൊക്കെ DMKയുടെ കനിമൊഴി ഉൾപ്പെടെയുള്ളവരും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ ഒക്കെ കേന്ദ്രം കാണിക്കുന്ന വിവേചനമാണെന്നൊക്കെ കക്ഷിഭേദമന്യേ രാജ്യസഭയിലും ലോക്സഭയിലൊക്കെ പലപ്പോഴും പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിന് ഇത്രയെങ്കിലും ഒരു ആശ്വാസമായിട്ട് കേന്ദ്ര ഈ പ്രഖ്യാപനം, അതിതീവ്ര ഡിസാസ്റ്റർ എന്നുള്ള ദുരന്തം എന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്ന. ആ ഒരർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ട് ചില നീക്കങ്ങൾ നടത്തിയാൽ നമുക്ക് വയനാട്ടിലേക്ക് ഒരു വലിയ ഫണ്ട് സ്വരൂപിക്കാൻ ഇനിയും കഴിയും. പിന്നെ വീട് വെച്ച് നൽകാൻ പല സംസ്ഥാനങ്ങളും, കർണാടക ഉൾപ്പെടെ മുന്നോട്ട് വന്നിട്ട് അതിൻ്റെ വിശദമായ യോഗം ഉടനെ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. അക്കാര്യത്തിലും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ചെയ്യാം. അപ്പം എന്തായാലും ഇങ്ങനെയൊരു ഈ പട്ടി കുരച്ചതിൻ്റെ 7-ാം പക്കം പിന്നെ പോലീസ് വന്ന്, അല്ലെ കള്ളം കയറിയതിൻ്റെ 7-ാം പക്കം പോലീസ് വന്നു എന്ന് പറയുന്ന പോലെ ദുരന്തമുണ്ടായി 154-ാം ദിവസം അത് തീവ്ര ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് ഈ ചക്ക വീണ് മുയൽ ചത്തത് കൊണ്ടും ചാകുമെന്നുള്ളത് കൊണ്ടും ഇത്തിരി ചില പ്രതീക്ഷകളൊക്കെ കേരളത്തിന് ബാക്കിയുണ്ട്. അത് കിട്ടാൻ വേണ്ടി കേരളം ശ്രമിക്കണം, മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല.
ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എവിടെയും വിവേചനം, അവഗണന കേരളത്തോട്. ഇത് പറഞ്ഞു പോയ ഒത്തിരി നീളം, ചുരുക്കി ഞങ്ങൾ പറയുകയാണ്. ഒരു വാക്കുകൂടി പറയുന്നു. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പോർട്ട് ഓഫ് ട്രിവാൻഡ്രത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രം കാണിക്കുന്ന ആ വിവേചനവും സമീപനവും ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം എല്ലാവരും അത് പറഞ്ഞു തുടങ്ങി, സമ്മതിക്കുന്നു. അതേപോലെ വയനാടിൻ്റെ കാര്യത്തിലും 154 ദിവസവും കാണിക്കുന്ന വിവേചനം എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇത് തിരിച്ചറിഞ്ഞ് മാത്രമേ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. നമ്മൾ ആൾട്ടർനേറ്റീവ്സ്, ബദൽ സംവിധാനങ്ങൾ, ഭരണഘടനയെ ചോദ്യം ചെയ്യാതെ, നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യാതെ, ഈ രാജ്യത്തെ നിയമത്തെ പാലിച്ചുകൊണ്ട് തന്നെ ബദൽ സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ പദ്ധതികളുടെ കാര്യം വരുമ്പോഴും നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വയനാടായാലും വിഴിഞ്ഞമായാലും ഇതേ വിഷയമാണ് നമ്മൾ നേരിടാൻ പോകുന്നത്.